ഗുഡ് മോർണിംഗ്. ഇതാ ലതികാസ് വ്ളോഗിൽ ലതിക വാള മീനും വാങ്ങിയിട്ട് വരെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് വാള മീനുണ്ടായിരുന്നേ, അതിലൊരെണ്ണം ദാ കിട്ടി. അതിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു. നമുക്കൊന്ന് പരീക്ഷിക്കാം. നമുക്ക് ഈ വാള മീനിൻ്റെ ചുണ്ണാമ്പുകളെ നല്ലൊരു വിദ്യയുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റേതായ രീതിയിൽ. അങ്ങനെ ഞങ്ങളിതാ രാവിലെ അരിയൊക്കെ അടുപ്പിട്ടു, ഞാനും എൻ്റെ കൊച്ചുമോനും കൂടെ. അത് കഴിഞ്ഞതേ കണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകണ ഈ കമ്പി ഉണ്ടല്ലോ, ഇത് വെച്ച് 4 വലി വലിച്ചാൽ അതിൻ്റെ ചുണ്ണാമ്പെല്ലാം ഇളകിപ്പോവും. അങ്ങനെ ഞാൻ എന്താ ഒരു പുതിയ കമ്പി വാങ്ങിച്ചുകൊണ്ട് വന്നു. വാങ്ങിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു, അതെടുത്തതാ നല്ല അടിപൊളിയായിട്ട് ഇളകിപ്പോകുന്നുണ്ട്. നമ്മൾ പിച്ചാത്തിയിട്ട് ചെത്തുന്നതിനേക്കാളും എന്തെങ്കിലും ഇലയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മീൻ ഇറക്കണ ഇലയുണ്ട്, അതൊക്കെ എടുത്തതിനകം സൂപ്പറായിട്ട് ഇളകിപ്പോവും. ഒരു ശകലം ചുണ്ണാമ്പ് പോലും ആ വാളമീനിൻ്റെ 7 അയലത്തുണ്ടാവില്ല. അങ്ങനെ അതൊക്കെ വച്ച് തേച്ച് പറക്കി കഴുകി റെഡിയാക്കി മീൻ കുട്ടനെ റെഡിയാക്കി എടുത്തു. കണ്ടല്ലോ, അത് കഴിഞ്ഞ് അരച്ച് കലക്കി അടുപ്പിൽ വച്ച് കഴിഞ്ഞു. ഇങ്ങനെ മീനൊക്കെ വെച്ചു. രാവിലെ കുറച്ച് അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. കാപ്പിക്ക് ദോശയും ചമ്മന്തിയും വടയും ഒക്കെ തന്നെയാണ് കേട്ടോ ഇന്ന്. നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിലിരുന്നില്ലേ വട, അതിലൊരു വടയെല്ലാം ചിലവായില്ല. അപ്പം പരിപ്പ് വട നമ്മൾ വേണ്ടാത്തവർ വച്ചിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇന്നത്തെ ചമ്മന്തിയിലിട്ടു. അങ്ങനെ ദോശയും ചമ്മന്തിയൊക്കെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി തകർത്ത് അടുക്കളയിൽ ദോശ ചുടുന്ന പരിപാടിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എന്നെ ഒന്ന് മുന്നോട്ട് കയറ്റി വിടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണോണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. മഴയൊക്കെ തോർന്നു. ലതമ്മ ചേച്ചിക്ക് പനി, വയ്യ, സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. സുഖമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഒട്ടും വയ്യാന്ന് പറഞ്ഞ് പാത്രം നിറച്ച് വിഭവസമൃദ്ധമായ സദ്യകളുമായിട്ട് ടേബിൾ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അച്ചമ്മാസ് വ്ളോഗിന് എന്ത് പറ്റി, വീഡിയോ വീണ്ടും ഇടാൻ കഴിയണില്ല, നമ്മളെ മൊബൈലിന് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയണ കേട്ടു. ചേച്ചി മൊബൈലിൽ നമ്മൾ ഇടുന്ന വീഡിയോകളെല്ലാം നമ്മളെ യൂക്കട്ടിൽ കിടക്കണമെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയുക. അതേപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യണ വീഡിയോയും ഡിലീറ്റിംഗ് വീഡിയോയിൽ കിടപ്പുണ്ട്, അത് നമ്മൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്താലേ നമുക്ക് വീണ്ടും വീഡിയോ ഇടാനും ഒക്കെ കഴിയുള്ളൂ കേട്ടോ. അതെല്ലാം വീഡിയോ കളയണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗാലറി കിടക്കണ ആവശ്യമില്ലാത്ത എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്ത് കളയുക. അതൊക്കെ നല്ലതാണ്. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ കഴിയും കേട്ടോ. നമ്മൾ യൂക്കട്ടിൽ കുറേ വീഡിയോകൾ കിടപ്പുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആയിരിക്കാം കേട്ടോ. ചേച്ചി ഒന്ന് ശ്രമിച്ച് നോക്കണം. പിന്നെ അടുക്കളപ്പണിയൊക്കെ കുറേയൊക്കെ ആയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകി. ഇനി കുറേ ദിവസം കൊണ്ട് മഴയില്ലേ, മഴ ആയതുകൊണ്ട് നമ്മൾ എത്ര തൂത്താലും വീടും പരിസരവും ഒന്നും വൃത്തിയാവില്ല അല്ലേ. വീടിൻ്റെ പരിസരമൊക്കെ എത്ര നോക്കിയാലും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി കുറച്ച് വിറകിനെയൊക്കെ വെട്ടിക്കീറി അങ്ങോട്ടോട്ട് വയ്ക്കുക. വിറകെന്ന് പറയുന്ന സാധനം ഇപ്പം കത്തിപ്പിടിക്കാൻ ഒരു പരിപാടിയുമില്ല, ഒരു രക്ഷയില്ല കേട്ടോ. വിറക് നല്ല ഉണങ്ങിയതാണെങ്കിലും മഴ കാരണം ആ സാധനത്തിന് എന്താണെന്നറിയില്ല, കത്തിപ്പിടിക്കാൻ രാവിലെ ഒരു 1.5 മണിക്കൂർ നേരം ഹാ ഹൂ ഹീ ഹീ എന്നാക്കിയാൽ തന്നെ അത് വിറക് കത്തിപ്പിടിക്കുകയുള്ളൂ. എനിക്ക് ചോറ് റൈസ് കുക്കറിലോട്ട് വയ്ക്കുന്നതിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയും വിറകിനെ വെട്ടിക്കീറി വച്ച് ചോറ് വയ്ക്കണത്. വിറകടുപ്പിൽ വയ്ക്കണതാണല്ലോ ഏറ്റവും നല്ലത്. അതുകൊണ്ട് എനിക്ക് വിറകടുപ്പിൽ വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണ്, അതാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ വിറകിനെയൊക്കെ വെട്ടിക്കീറിയൊക്കെ നാളത്തേക്ക് വേണ്ടിയൊക്കെ റെഡിയാക്കി അങ്ങോട്ട് വച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തൂത്തൊക്കെ വരണം കേട്ടോ. അവിടെ കുറേ പുളിച്ചി, അതായത് ഇരുമ്പമ്പുളിയൊക്കെ ഉണ്ട്. ഇരുമ്പമ്പുളി നമ്മളെ നാട്ടിൽ പുളിച്ചിക്ക എന്നാണ് പറയുന്നത്. പുളിച്ചി ഇലയൊക്കെ എപ്പോഴും വീണ് കിടക്കും. എന്നാലും എന്നും ഞാൻ തൂക്കും. ചില ദിവസങ്ങളിലൊക്കെ മഴ കാരണം ഒട്ടിപ്പിടിച്ചിരിക്കും, ഒന്നും ഇളകി വരില്ല. അങ്ങനെയുള്ള ദിവസം തൂക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ തൂത്ത് വൃത്തിയാക്കി അതിനെല്ലാം വാരി അങ്ങ് അപ്പുറത്ത് തെങ്ങിൻ്റെ മുട്ടിലൊക്കെ കൊണ്ട് തട്ടി. ഇന്ന് മൊത്തം ഇവിടവും അപ്പർ സൈഡും ഒക്കെ അപ്പർ സൈഡ് ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ ഇവിടെയൊക്കെ തൂക്കം ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. വീണ്ടും പുല്ലുകളൊക്കെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ അതിനെയൊക്കെ ഇന്ന് കുറച്ചൊക്കെ പറിച്ച് കളഞ്ഞു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് കുറച്ചൊക്കെ പറിച്ച് കളഞ്ഞു, നാളെ ഇനി ബാക്കി പുല്ലിനെയൊക്കെ പറിച്ച് കളയണം. അങ്ങനെ മഴ കാരണം കുറേ ബുദ്ധിമുട്ടുകൾ തന്നെയില്ല എല്ലാവർക്കും, മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കേട്ടോ. ചോറൊക്കെ റെഡിയായി. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.